കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖമാരുടെ ചേർന്ന് പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗവാസികളോട് ചേർന്ന് പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദിവികാരുണ്യ നാഥന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും വലിയ ദൈവ കൃപ കണ്ടെത്തി അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ പരിശുദ്ധ അൾത്താര നിന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സങ്കീർത്തനം 116 വചനം 10. യെസ്, ഐ ബിലീവ്ഡ് even when I said I am greatly afflicted. I am greatly afflicted, but I believe. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കുക, നിന്റെ വിശ്വാസ അനുഭവങ്ങൾ എവിടെയെങ്കിലും പതറിപ്പോയിട്ടുണ്ടോ? ഏതെങ്കിലും സംഭവങ്ങളോട് ബന്ധപ്പെട്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്കിൽ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഒരുക്കിയൊരു സമയമാണ്. ജോബിന്റെ പുസ്തകം 13:15. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്? എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കും. എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കും. ഇതൊരു തീരുമാനമാണ്. ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെയൊക്കെ ഒത്ത നടുവിൽ എൻ്റെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു ബലം. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം. 3 യുവാക്കൾ തീച്ചൂളയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും അവര് പഠിപ്പിക്കുന്നൊരു പാഠം, ഞങ്ങൾ ഈ തീച്ചൂളയ്ക്കുള്ളിൽ കടന്ന് വെന്തെരിഞ്ഞാലും തമ്പുരാനെ അങ്ങയിലുള്ള വിശ്വാസത്തെ ഞങ്ങൾ തള്ളിപ്പറയില്ല, ഞങ്ങൾ തള്ളിപ്പറയില്ല. ഇത് വലിയൊരു ബോധ്യമാണ്. യെശയ്യായുടെ പ്രവചനം 8-ാം അധ്യായം നിനക്ക് നൽകുന്ന 17-18. മുഖം മറച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, പക്ഷേ എൻ്റെ കർത്താവിനെ ഞാൻ പിടിവിടത്തില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവത്തെ ഞാൻ പിടിവിടത്തില്ല. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-18. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ഫലങ്ങളില്ലാതായാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. കാരണം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, അവിടുന്നാണ് എൻ്റെ ദൈവം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനേക സംഭവങ്ങൾ തെളിഞ്ഞു വരും. വീട്ടിലുണ്ടായ ആരുടെയെങ്കിലും മരണം, അത്രയും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം നമുക്ക് വല്ലാത്തൊരു ഭാരമായിരിക്കും. 100,000 ചോദ്യങ്ങൾ അതിനോട് ചേർന്നുണ്ട്. എന്തുകൊണ്ടിങ്ങനെ? എന്തുകൊണ്ട് ഞാനിങ്ങനെ സഹിക്കുന്നു? നിന്റെ കുടുംബത്തിലുണ്ടായ ഏതെങ്കിലും സാമ്പത്തിക ദുരിതങ്ങൾ, ആരെങ്കിലും നിന്നെ പറ്റിച്ചത്, വല്ലാത്ത വിഷമമുണ്ടാവും മനസ്സിൽ. ദൈവമേ, എന്തുകൊണ്ടാ ഇങ്ങനെ?
നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെയൊന്നും പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരുപക്ഷെ മക്കളെ ഓർത്ത് വല്ലാണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ ജോലി എന്താകും, ജോലി, കുടുംബജീവിതം ഇതെങ്ങനെ മുന്നോട്ട് നീങ്ങും, മക്കളുടെ അഡ്മിഷന്റെ കാര്യങ്ങൾ എന്താവും, 100,000 പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒത്ത നടുവിൽ ഇതാ ഈ പരിശുദ്ധ അൾത്താര പറയുന്നു, നീ അള്ളിപ്പിടിച്ചോണം തമ്പുരാൻ കർത്താവിനെ, പിടിവിടരുതേ, അള്ളിപ്പിടിച്ചോണം. കാരണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈ അൾത്താര നിനക്ക് സമ്മാനിക്കുന്നത് വലിയൊരു കൃപയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയമാണ്. നിന്റെ ചിന്തകളെ, വികാര വിചാരങ്ങളെ, ആലോചനകളെ ഏറ്റെടുക്കുന്ന സമയമാണ്. നീ ഇന്നോളം കടന്നുപോയിട്ടുള്ള ഓരോ അനുഭവങ്ങളെയും വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഉള്ളുരുകി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 തിരുവചനം നിന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. നിങ്ങൾക്ക് അതിൽ സ്ഥിരത കിട്ടും, ഇട്ടിട്ട് പോകാനല്ല. ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ദൈവത്തെ വേണ്ട എന്ന് പറയാനല്ല. മറിച്ച് ഈ പരീക്ഷയുടെ നടുവിൽ കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങേ അള്ളിപ്പിടിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയരെ, നമുക്കുള്ള ഏത് വിഷയത്തെ സമർപ്പിക്കാം. കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഹൃദയം തുറന്ന് നിനക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രചോദനം നൽകുന്നുവോ അതുപോലെ നീ പ്രാർത്ഥിച്ചോണം. നീ അസ്വസ്ഥപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ഈ ഭൂമിയിൽ പിടിക്കാനുള്ളത് എൻ്റെ കർത്താവിൽ മാത്രമാണ്. ഒരു മനുഷ്യനിലും ആശ്രയിക്കുന്നില്ല, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങാണ് രക്ഷകനും നാഥനും. ഞാനത് ഏറ്റെടുക്കുന്നു കർത്താവേ, ഞാനിതാ ഏറ്റെടുക്കുന്നു കർത്താവേ. കർത്താവെ, ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ വിളിച്ച് 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 പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച്, യെസ്, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവേ. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നീ സന്തോഷിക്കുവേ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കട്ടെ കർത്താവേ. നന്നായിട്ട് കൈയടിച്ചേ പോരാ. വിശ്വാസത്താൽ എന്നും മുന്നേറും ഞാൻ. ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ആമേൻ. മുന്നേറും. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ വിജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. വിശ്വാസച്ചുവടുകൾ മുന്നോട്ട് ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പ്രതികൂലങ്ങളുമായി പോകും. ആമേൻ, ആമേൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ വിജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ സമയത്ത് തന്നെ വലിയ അഭിഷേകം സംഭവിക്കട്ടെ. വലിയ അഭിഷേകം സംഭവിക്കുന്നു. കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്നു. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുന്നു. കർത്താവ് അനേകരുടെ കെട്ടുകളടിക്കുന്നു.
ഭാരം മാറട്ടെ, ഭാരം മാറട്ടെ. കൈയടിച്ചേ, ശക്തിയോടെ കരങ്ങളടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 38-ഉം 39-ഉം എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൈയടിച്ച് 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 ചേർന്നു ചേർന്നു. ആമേൻ. വിശ്വസിക്കുന്നു. ആമേൻ. ആകുല ചിന്തയ നിറയുകില്ല. ആമേൻ. ഭാരങ്ങളോർത്തിനി കരയുകില്ല. സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ. ആമേൻ ആമേൻ. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. യെസ്, ഒരിക്കലും കൈവിടില്ല. കരങ്ങൾ ഉയർത്തി ചാടിത്തൊള്ളേ, കൈയടിച്ചു. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആമേൻ ആമേൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും മാറുകില്ല. പഠിക്കേ പഠിക്കേ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. യേശുവേ, ഒന്നും അസാധ്യമായില്ല. വിജയം എനിക്കുണ്ട്. വിശ്വസിച്ച് മുന്നോട്ട്. ഓ കർത്താവേ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സംഭവിക്കട്ടെ. ആമേൻ. ഓ കർത്താവേ, ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധ അൽത്താരകൾ ശക്തി ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ അഭിഷേകം കിട്ടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവിന്റെ അഭിഷേകം ലഭിക്കട്ടെ. തളർന്ന മനസ്സുകളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നു. ഭാരപ്പെടുന്ന അനേകരെ കർത്താവ് ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇടപെടുന്നു. ആരാധന 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 ആരാധന. വിശ്വസിക്കണം, വിശ്വസിച്ച് ഏറ്റെടുക്കണം. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളുണ്ടെങ്കിലും ഓ കർത്താവേ, ഞാൻ അങ്ങേ വിടുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് നീ നിന്നോട് തന്നെ പറയണം. എന്നെ ആകുലപ്പെടുത്തുന്ന പലതും ഉണ്ടാവും. എന്നെ വട്ടം പിടിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ പല ദുരിതങ്ങളുടെ നടുവിൽ ഞാൻ ചെന്ന് പെടും. പക്ഷേ എൻ്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കില്ല. ഓ കർത്താവ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങില്ലാതെ എനിക്ക് ജീവിതമില്ല. ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല. ഇത് വിശ്വസിച്ചത് ഏറ്റെടുക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വ്യക്തികൾക്ക് കർത്താവ് ബോധ്യങ്ങൾ നൽകുന്നു. പ്രാർത്ഥന മുടക്കരുത്. മരവിപ്പ്, മുരടിപ്പ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉള്ളവരതേ ശ്രദ്ധിച്ചോളൂ. ആ മരടിപ്പ് മാറ്റണം. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വല്ലാണ്ട് വിഷമിച്ചൊക്കെ കഴിയുന്ന അനേകരെ കർത്താവ് ബലപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ വിഷമിക്കേണ്ട. കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും. ഈശോയ്ക്ക് നിന്റെ മേൽ അത്രമേൽ സ്നേഹമുണ്ട്. നീ തളർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല.
2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് വിശ്വസിക്കണം. ഞാൻ തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്നെനിക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ ദൈവത്തെ അള്ളിപ്പിടിക്കാൻ ദൈവം തന്നതാണ്. കർത്താവെ, ഞാനതിൽ വിശ്വസിക്കുന്നു. റോയി എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന, പങ്കെടുക്കുന്ന റോയി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് വിശ്വസിച്ചത് ഏറ്റെടുക്കാൽ നിനക്കത് സംഭവിക്കും. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നന്ദി പറഞ്ഞോണം. കർത്താവെ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അങ്ങേക്കറിയാം. അങ്ങ് എന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് എന്നിട്ട് മുട്ടുകുത്തിക്ക്. ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ആശീർവാദം സ്വീകരിക്കുക. ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ